ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളം പരീക്ഷ കഴിഞ്ഞു, ഇനി ഫിസിക്സ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളതിനുള്ള ഒരു ഒരുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഫിസിക്സിലെ 1, 3, 5 ചാപ്റ്ററുകൾ ബേസ് ചെയ്ത് ക്യാപ്സ്യൂൾ സെഷൻ എന്ന ചാനലിലെ സോൻ സാർ, നല്ലൊരു മാഷാണ് നമ്മുടെ സോൻ സാർ എടുക്കുന്ന ഒരു ക്ലാസ് ഇന്ന് ഞങ്ങൾ 4 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് കാണുക, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും നിരവധി യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകും. ഇനി ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ഫിസിക്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മുന്നറിയിപ്പ്, ഒരു പ്രധാനപ്പെട്ട ഒരു സൂചന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ SSLC പരീക്ഷാക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 2023 SSLC പരീക്ഷയിൽ ഒട്ടുമിക്ക സബ്ജക്റ്റുകളും കുട്ടികൾക്ക് എളുപ്പമായിരുന്നു. അവർക്ക് 2 സബ്ജക്റ്റുകൾ മാത്രമാണ് പ്രതീക്ഷ പോലെ എഴുതാൻ കഴിയാതിരുന്നത്. അതിലൊന്ന് ഫിസിക്സ് ആയിരുന്നു, രണ്ടാമത്തത് ഹിന്ദിയുമാണ്. അതിൽ ഫിസിക്സ് ആയിരുന്നു. എന്താണ് ഫിസിക്സ് പരീക്ഷയ്ക്ക് പറ്റിയത് എന്നുകൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫിസിക്സിലെ ഒരു ചോദ്യവും കുട്ടികൾ പഠിക്കാത്ത അല്ലെങ്കിൽ കുട്ടികൾ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തും വന്നിട്ടില്ല. ഫിസിക്സിലെ ചോദ്യങ്ങളെല്ലാം കുട്ടികൾ പ്രതീക്ഷിക്കുന്ന, കുട്ടികൾ പഠിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ പ്രശ്നം പറ്റിയത് എവിടെയാണ്? ആ ചോദ്യങ്ങൾ ചോദിച്ച രീതിയിലുള്ള മാറ്റം. പല ഭാഗങ്ങളും ഇൻഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലോ ചോദിച്ചു. അതായത് ഓരോ ചാപ്റ്ററിലും കുട്ടികൾ ലോകളും അതേപോലെ അതിൻ്റെ ആശയങ്ങളും കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം പഠിച്ചു പോവും. പക്ഷേ ചോദിച്ചത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ, കുറച്ച് ഇൻഡയറക്റ്റായിട്ട് ആലോചിച്ച് ഉത്തരം എഴുതാനുള്ള രീതിയിലായിരുന്നു. മാത്രവുമല്ല പ്രോബ്ലംസും കുറച്ച് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചോദിക്കാനുള്ള അതും കുട്ടികളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം കുട്ടികൾ പഠിച്ചതാണ്. ചോദിച്ച രീതിയിലുള്ള മാറ്റം കൊണ്ട് പെട്ടെന്ന് കുട്ടികളൊന്ന് വിചാരിച്ച പോലെ പല കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ഈ ഒരു അനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ വർഷത്തെ ഫിസിക്സ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങാൻ. നിങ്ങൾ ഇതിനോടകം തന്നെ ഫിസിക്സിൻ്റെ പാഠഭാഗങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചില കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ചില കുട്ടികൾ ഇന്നും നാളെയൊക്കെ ആയിട്ടൊക്കെ പഠിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഓരോ പാഠഭാഗത്തിലെയും ഓരോ ഏരിയയുമായും ബന്ധപ്പെട്ടിട്ട് മുൻ വർഷങ്ങളിൽ, അതായത് മുമ്പ് നടന്ന SSLC പരീക്ഷകളിൽ, മോഡൽ പരീക്ഷകളിൽ, ഓണ പരീക്ഷകളിൽ, ക്രിസ്മസ് പരീക്ഷകളിലൊക്കെ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ആപ്ലിക്കേഷൻ ലെവൽ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ അതേപോലെ തന്നെയാണോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ഇൻഡയറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇന്ന ഭാഗത്തെ ബേസ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗത്തെ ബേസ് ചെയ്ത് ഇങ്ങനെയും ചോദ്യം വരാം, ഈ രീതിയിലും ചോദ്യം വരാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി ഏതെങ്കിലും ഭാഗം വായിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ പഠിച്ച ഇതുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സിൽ മിടുക്കരായിട്ടുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ സഹായം ചോദിക്കുക. സാർ, ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടത്, ഞാൻ പഠിച്ച ഏത് ഭാഗവുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ ഒന്ന് ചോദിക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദ്യപേപ്പർ വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഭാഗം മറ്റൊരു രീതിയിൽ ഇൻഡയറക്റ്റ് ആപ്ലിക്കേഷൻ ലെവലിൽ വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു അപരിചിതത്വം ഫീൽ ചെയ്യില്ല, നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യില്ല. മാത്രമല്ല പ്രോബ്ലംസ് മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക. കഴിഞ്ഞ വർഷത്തെ SSLC ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള പ്രോബ്ലംസ് തീർച്ചയായിട്ടും നോക്കണം. കുട്ടികളെ കുറച്ചത് കൺഫ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലൊക്കെയാണ് ആ പ്രോബ്ലംസ് ചോദിച്ചിരുന്നതും കൂടി നിങ്ങൾ നോക്കുക. മാത്രമല്ല പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നല്ലൊരു വീഡിയോ ഞങ്ങൾ അതിനുവേണ്ടി മാത്രമായിട്ട് നാളെ അപ്ലോഡ് ചെയ്ത് നിങ്ങളതും കാണുക. സോ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുൻവർഷത്തെ ചോദ്യപേപ്പർ നോക്കി ചോദ്യങ്ങളുടെ പാറ്റേണിൽ വന്ന മാറ്റവും ഫിസിക്സ് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്നും കൂടി നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിയൂ. സോ അങ്ങനെ ഒരു പരിശീലനം കൂടി ഈ 2 ദിവസം നിങ്ങൾ നടത്തണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ വീഡിയോ മറന്നു പോകണ്ട. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക. ഓക്കെ, താങ്ക് യു.